ഇനി നിങ്ങൾക്ക് അറിയേണ്ട അതിലൊരു ചെറിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എഫ് ടെസ്റ്റും അനോവയാണ്. ഓക്കെ, എഫ് കണ്ടുപിടിക്കണത് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് വണ്ണിൻ്റെ ഗ്രൂപ്പ് ടുവിൻ്റെ വാലൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഫ് വാല്യൂ കിട്ടും. ഇനി അനോവ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മോർ ദാൻ അനാലിസിസ് ഓഫ് വാലൻസിനെയാണ് അനോവ എന്ന് വിളിക്കുക. അതെങ്ങനെയാണ് ഉണ്ടാക്കുക വെച്ചാൽ മീൻ സ്ക്വയർ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് മീൻ സ്ക്വയർ വിതിൻ ഗ്രൂപ്പ്സ്, അതായത് ബിറ്റ്വീൻ ഗ്രൂപ്പ്സും വിതിൻ ഗ്രൂപ്പ്സ് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അതായത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മീൻ സ്ക്വയർ എടുക്കുന്നതും ഗ്രൂപ്പുകളുടെ ഇടയിൽ ഉള്ളിലുണ്ടാവുന്ന മീൻ സ്ക്വയർ എടുക്കുന്നതുമാണ് തമ്മിലുള്ള അതിന്റെ ഡിവിഷനാണ് നമ്മൾ എന്താ പറയുക അനോവ എന്ന് വിളിക്കുക. ഓക്കെ, മെഷേഴ്സ് വാരിയൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്, മെഷേഴ്സ് വാരിയൻ വിതിൻ ദ ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ MSB MSW എന്ന് പറയാം. അതിന്റെ ഡിവിഷനെയാണ് നമ്മൾ ആ എഫ് വാല്യൂനെയാണ് നമ്മൾ പറയുക അനോവ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു നമുക്ക് 2 ഗ്രൂപ്പ്സിന്റെ വാലൻസ് കോൺസെപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് സമയത്താണ് അതിന് എഫ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മോർ ദാൻ 3 ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽ ഗോ ഡയറക്ട്ലി ഫോർ അനോവ. സോ ഞാൻ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് എഫ് ടെസ്റ്റിനെ ഒന്ന് അനോവയും കാണിച്ചു തരാം, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ എഫ് ടെസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട്, ഓക്കെ, യു വാണ്ട് ടു കമ്പയർ ദ വാരിയൻസ് ഓഫ് വെയിറ്റ് ഇൻ 2 ജിം പ്ലാൻസ്, പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി. എന്നും തന്നിട്ടുണ്ട്, SD തന്നിട്ടുണ്ട്. ഈസ് ദർ എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ വാരിയബിലിറ്റി എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസിൽ കൃത്യമായി ശ്രദ്ധിക്കണം. വാരിയബിലിറ്റി, വാരിയൻസ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇവിടെ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്തത്. ഇപ്പം നാർത്തത്തിൽ മീനും ഇതൊക്കെ വന്നപ്പോഴാണ് നമ്മൾ മറ്റേലിക്കും സെറ്റ് ടെസ്റ്റിംഗ് എഫ് ടെസ്റ്റ് ടി ടെസ്റ്റിലേക്കൊക്കെ പോയത് കേട്ടോ. അതിലായിട്ട് കൺഫ്യൂഷൻ അടിക്കരുത്. കൈ സ്ക്വയർ ആയിട്ടൊന്നും വ്യത്യാസമില്ല. ഇവിടെ കൃത്യമായി ഒരു ചോദിക്കുന്നുണ്ട് ഈ വാരിയബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ്, വാരിയൻസ് എന്നുള്ള കോൺസെപ്റ്റ്. വാരിയൻസ് കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ വിൽ ഡയറക്ട്ലി ഗോ വിത്ത് എഫ് ടെസ്റ്റ്. ഓക്കെ, അവിടെ വേറെ ഒരു ചിന്ത വേണ്ട, ഡയറക്റ്റ് എഫ് ടെസ്റ്റിലേക്ക് തന്നെ പോകും. സോ ഇവിടെ നോക്കുന്നത് എന്താണ്, രണ്ടും തമ്മിലുള്ള വാരിയബിലിറ്റിക്ക് ഡിഫറൻസുകൾ ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തും, ഫ്രം സ്കൈ എപ്പോഴത്തെയും പോലെ ഫ്രം സ്കൈപൈ ഡോട്ട് സ്റ്റാർട്ട്സ് ഇമ്പോർട്ട് എഫ്. നമുക്കറിയാം N1ഉം S1, അത് നമ്പർ ഓഫ് സാമ്പിൾസ് തന്നിട്ട് S1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഡയറക്ട്ലി വി ആർ ഗീവിംഗ് ദാറ്റ് വാല്യൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ എങ്ങനെ എഫ് വാല്യൂ കണ്ടുപിടിക്കുന്നു? F ഈക്വൽ ടു S1 സ്ക്വയർ ബൈ S2 സ്ക്വയർ. അതാണല്ലോ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ അത് തന്നെയാണ് അല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇത് അവിടെ. വാരിയൻസ് ഓഫ് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2. അപ്പോൾ നമ്മുടെ കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതെന്ന് നമുക്ക് കിട്ടുന്ന 2 കാര്യങ്ങളാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് കേട്ടോ. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് തരുന്നത് ഒന്ന് N1 മൈനസ് N2, അതായത് കിട്ടിയ നമ്പർ -1 കിട്ടിയാൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും. N2 -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DF2 കിട്ടും. രണ്ടിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി. ഇനി പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി, അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഒരു 1 വേ ഓഫ് എഫ് ടെസ്റ്റ് ആണ്. നമുക്ക് അതായത് ഒരു എങ്ങനെ പറയാ, അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നോർമലായിട്ട് ഇത്രയും ചെയ്ത് വെച്ച് നമ്മൾ എഫും വാല്യൂ പ്രിന്റ് ചെയ്യാം. പക്ഷെ പി വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 രീതിയിലും, അത് അവർ തമ്മിൽ പേര് തമ്മിൽ ഒരു അതായത് ഒരു വാല്യൂ കുറഞ്ഞ് മറ്റാൾ കൂടാനും മറ്റാൾ ചെറുതാക്കി ഇത് ആദ്യത്തെ കുറയ്ക്കാനും ഒക്കെ ഉള്ള ആ ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എപ്പോഴും 2 ടെയിൽ ടെസ്റ്റ് നടത്തണേ. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാത്രം, എപ്പോഴും നമ്മൾ പറയില്ലേ ഒരു സൈഡ് മാത്രം നമ്മൾ ആലോചിച്ചൊരു കാര്യം ചെയ്യരുത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 രീതിയിലുള്ള 2 ഗ്രൂപ്പ്സുകൾ തമ്മിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും നോക്കിയ ശേഷം മാത്രമാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ 2 ടെയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ആ 2 ടെയിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നോർമലായിട്ട് നമ്മൾ പി വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഒന്നുമില്ല, 2ൻ്റെയും മിനിമം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ മെയിൻ സംഭവം. എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷന്റെ പേരല്ലോ, എഫ് ഡോട്ട് CDF ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. FCDF ഓഫ് എഫ് നമ്മൾക്ക് നേരത്തെ കിട്ടിയ ഈ വാല്യൂ, നമ്മുടെ എഫ് കിട്ടിയ എഫ് സ്കോർ കിട്ടിയ എഫ് വാല്യൂ, അതിൽ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, DF1 DF2, അതായത് ആദ്യത്തെ സെറ്റിന്റെ DF1 DF2 കൊടുത്ത ശേഷം 1 മൈനസ് എഫ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ആണ്. 1 മൈനസ് എഫ് ഡോട്ട് CDF എഫ് സെയിം സാധനം കേട്ടോ, ഒന്നും പറയാം. 2 ഇൻറ്റു മിനിമം. ഓക്കെ, 2 ഇൻറ്റു മിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത്. അതിൽ എന്തൊക്കെ പറയേണ്ടത്, എഫ് ഡോട്ട് CDF, എഫ് എന്ന് പറഞ്ഞത് നമ്മുടെ എഫ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. CDF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അവിടെ നമ്മൾ എടുക്കുന്ന വാല്യൂ പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയ എഫ് വാല്യൂ DF1 DF2 എന്നാണ്. ഇനി സെക്കൻഡ് വാല്യൂ കൺസിഡർ ചെയ്യുന്നത് 1 മൈനസ് എഫ് ഡോട്ട് CDF നേരത്തെ ചെയ്ത അതേ വാല്യൂ തന്നെ ഒരു 1 മൈനസ് കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പി വാല്യൂ കിട്ടുക. ആ പി വാല്യൂ എഫും പ്രിന്റ് ചെയ്യുക. ആ പി വാല്യൂ ലെസ് ദാൻ 0.5 ആണെങ്കിൽ നമ്മൾ പറയും വാരിയൻസ് ആർ സിഗ്നിഫിക്കന്റ് ഡിഫറൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഫ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് ജസ്റ്റ് ഞാൻ എന്താ ചെയ്തിരിക്കണമെന്നൊന്ന് വ്യക്തമായിട്ട് നോക്കുക. ഇറ്റ്സ് എ 2 ടെയിൽ ടെസ്റ്റ് എന്ന് പറയും. കാരണം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സാധനം ഒരു എഫ് സ്റ്റാറ്റിക് വാല്യൂ ആണ്.
ആ എഫ് സ്റ്റാറ്റിക് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഒരു ജഡ്ജ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ചെക്ക് ഔട്ട് ബോത്ത് ദ കേസസ്. ലൈക്ക് രണ്ടുപേരുടെയും എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും നോക്കിയ ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ 2 min എന്ന് പറഞ്ഞ് കൊടുത്തത്. ഒരു കാൽക്കുലേഷൻ നമ്മൾ വിട്ട് കളയുന്നില്ല, എല്ലാ രീതിയിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് പി വാല്യൂ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഡയറക്റ്റ്ലി നമുക്ക് പി വാല്യൂ ഉണ്ടാക്കാം, എഫ് ഡോട്ട് സി ഡി എഫ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് എഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞത്. അനോവ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അനോവ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കണ്ടോ 3 ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ്, 3 എന്തായാലും ഉണ്ടാവും. അതിനെയാണ് അനോവ എന്ന് പറയുന്നത്. അനാലിസിസ് വാരിയൻസ് എന്ന് പറയുന്നത് 3 ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 85, 87 എന്ന് പറഞ്ഞ 3 കാണുന്നുണ്ട്. ഈസ് ദർ ഇസ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് എമംഗ് ദ ഗ്രൂപ്പ്. അവർ തമ്മിൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് ഉണ്ടോ? 3 വന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, അനോവ ചെയ്തോളൂ കേട്ടോ. അത് പ്രത്യേകിച്ച് ഒന്നും. അപ്പം നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതിൽ യൂസ് ചെയ്യുന്നത് F_1 എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത് നോർമലി എഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈലർ ടെസ്റ്റ് ആണ്. 1 ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ്സ് അനോവ. അണ്ടർസ്റ്റുഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, 1 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ചെറിയൊരു വേരിയേഷൻ ആണ് പറയുന്നത്. 2 ടൈലർ ടെസ്റ്റ് ആവുന്ന സമയത്ത് വാരിയൻസിന് ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഗോ വിത്ത് എഫ് ടെസ്റ്റ്. അവർ തമ്മിലുള്ള ഡിഫറൻസുകൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 2 കൂടുതലുണ്ട്, 3 ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ അനോവ. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 2, ലെസ് ദാൻ 3, എന്നിട്ട് നമ്മളത് വാരിയൻസിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഗോ ഫോർ എഫ് ടെസ്റ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്കൊന്നുമില്ല. ഫ്രം സ്കൈപൈ ഡോട്ട് സ്റ്റാറ്റ്സ് ഇമ്പോർട്ട് F_1 3 വാല്യൂസും കൊടുക്കുക. എഫ് സ്റ്റാറ്റിക് കണ്ടുപിടിക്കാൻ 3 ഗ്രൂപ്പ്സിന്റെ വാല്യൂസും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് സ്റ്റാറ്റിക്കും കിട്ടും, പി വാല്യൂം കിട്ടും. എഫ് സ്റ്റാറ്റിക് പ്രിന്റ് ചെയ്യുക, പി വാല്യൂ പ്രിന്റ് ചെയ്യുക. ജസ്റ്റ് എന്നിട്ട് ചെക്ക് ചെയ്യുക പി വാല്യൂ പറയുന്നത് ലെസ് ദാൻ 0.05 ആണോ, എന്നാൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ല അവർ തമ്മിൽ എന്ന് പറയും. ഇത്രയും സിമ്പിൾ ആണ്. ഓക്കെ, സോ അനോവ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അനോവ ജസ്റ്റ് ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു അനോവ ക്വസ്റ്റൻ കൂടെ ഉണ്ട് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. യാ, അത്രേ ഉള്ളൂ. സോ അനോവ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അനോവയ്ക്ക് F_1 എന്നാണ് നോർമൽ. എന്താ പറയുക, എഫ് ടെസ്റ്റിന് വെറും എഫ് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഡിഫറൻസ്. ഐ ഹോപ്പ് എല്ലാ തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നോക്കുക കേട്ടോ എല്ലാം.